നോ, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഏതായാലും താൻ ഇതാരോടും പറയണ്ട. പല വഴിക്ക് ഞങ്ങൾ തിരക്കുന്നുണ്ട്. വെക്കട്ടെ? എന്തായടാ? ഹോസ്റ്റലിൽ ആർക്കും ഒരു വിവരവുമില്ല. റൂംമേറ്റിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മേട്രൻ അവളുടെ പെട്ടിയും ബാഗും എല്ലാം പരിശോധിച്ചു. ഏതോ ഒരു ചെറുപ്പക്കാരനുമായി കറങ്ങുന്നത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളാരാന്ന് അവർക്കറിയില്ല. നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാലോ വെച്ചാ? നീ എന്തായി പറയുന്നത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ അച്ഛൻ IG ആണെന്നുള്ള കാര്യം നീ മറന്നോ? അയാൾ ആ നിമിഷ സംഗതി അറിയില്ലേ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കല്യാണം ഇനി എന്ത് പറഞ്ഞ് നീട്ടിവെക്കും എന്റെ ദൈവമേ. അവളെ കണ്ടുപിടിച്ചാൽ തന്നെയും ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കും എന്ന് എന്താണ് ഉറപ്പ്? എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഒറ്റ മോളെ ഉള്ളൂന്ന് വെച്ച് നീയാ അവളെ വഷളാക്കിയത്. ഞാനിവിടെ ഇല്ലാതെ പോയതാ ഇതിനൊക്കെ കാരണം. നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ മോളെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ശ്രീദേവി, നീ അത് പോ. അത്യാവശ്യത്തിനുള്ള ടെൻഷൻ ഇപ്പൊ തന്നെ എനിക്കുണ്ട്. എടാ, നീ ആ കണ്ണൂരിലെ ഡോക്ടർ പണിക്കയുടെ ഫോൺ നമ്പർ എടുത്തേ. ശരി അച്ഛാ. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. തെണ്ടിത്തരം കാണിക്കുന്ന ഒരു അതിര് വേണം. തലപുകഞ്ഞ് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. അതും കുളമാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും. സമ്മതിച്ചു, ബുദ്ധിയൊക്കെ നിന്റെ തന്നെ. പക്ഷെ ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, നീ ഇതിനകത്ത് ഇടപെടരുത്. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ചയായി, ഇതുവരെയായിട്ട് നേരെ ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാ നീ ഇവിടെ കിടന്ന് വിളിച്ചങ്ങോട്ട് കൂടാ. ഗോപി എന്നെ ഭാര്യയാണെന്ന് നാട്ടുകാർ മുഴുവൻ കേൾക്കട്ടെ. എന്റെ വീട്ടുകാരോട് എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് 3 ആഴ്ച അവൾ അവിടെ കൊണ്ട് താമസിപ്പിച്ചെന്നറിയാവൂ. ഇതായിരുന്നു എന്റെ പൊന്നുമോന്റെ മനസ്സിലിരിപ്പെങ്കിൽ അവളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരായിരുന്നോ മനുഷ്യനെ മെനക്കെടുത്താൻ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒച്ച വെച്ചാലേ ആരെങ്കിലും കേൾക്കും. ഏതായാലും നിന്റെ പെർഫോമൻസ് കലക്കി എല്ലാവരും കണ്ണുടച്ച് വിശ്വസിച്ചു. പേടിച്ചാ ഞാൻ അത്രയും പറഞ്ഞൊപ്പിച്ചത്. ഓ, എന്തൊക്കെ കള്ളക്കളിയാ. അമ്പൂറ്റിസ്വാമി സ്വന്തം മോളെന്ന് തന്നെ കരുതിയിരിക്കുക. നിന്റെ അച്ഛൻ ഇപ്പം കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തി നാട് മുഴുവൻ വല വീശിയിട്ടുണ്ടാവും. പുറത്തെവിടെ താമസിച്ചാലും കുടുങ്ങും, ഉറപ്പാ. ഇവിടെ ആവുമ്പോ കുറെ കൂടെ സേഫ് ആണല്ലോ. അതെ, നല്ല സേഫാ. വാതുക്കെ മോക്ക് കാവലടക്ക അച്ഛൻ. എനിക്ക് വയ്യ ഇങ്ങനെ വേഷം കിട്ടി കഴിയും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭർത്താവിന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, അമ്പലത്തിൽ വരാൻ പറഞ്ഞു, കണ്ടു. അപ്പൊ ഭർത്താവിനെ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പാവം അമ്പൂറ്റി ചിറ്റപ്പനെ പറഞ്ഞു പറ്റിച്ച് അതും ഒപ്പിച്ചു. ആ, അതിനെ എപ്പോ പൊട്ടിത്തെറിക്കുമെന്ന് കണ്ടറിയാം. ഇങ്ങനെ പോയാൽ അധികം ദിവസം വേണ്ടി വരില്ല പൊട്ടിത്തെറിക്കാൻ. നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ. ഇവള് പണ്ടേ വരണ്ടിരിക്കുക. നീ അവളെ ഓരോന്ന് പറഞ്ഞു കൂടുതൽ വട്ടളക്കാതെ. നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി നിന്നേ. എനിക്ക് വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് ഇതിന് സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എടാ, നീ എന്റെ തലവിധി ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ ടെൻഷൻ നീ മനസ്സിലാക്കാത്ത എന്താ? വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? നിന്റെ അടുത്തല്ല, ഞാൻ വേറെ അടുത്ത് പറയും. നീ പോയി നിന്നേ, ചെല്ല്. ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ വരണേ. വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇനി വന്നേ. ഓ, തൊലച്ച് ഒരു വഴിക്കിറങ്ങുമ്പോ പറയുന്നത് വിളിക്കാതെ. ഇത് എവിടെ കുഴിച്ചിടുന്നു അറിയാനാ. കഷ്ടകാലത്തിന് ഞാനെങ്ങാനും മറികടന്നാലോ? എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാകും തോന്നല്ല. എന്താ? ആ ധൂമകേതു വേണുക്കെട്ട് നടക്കണ വഴിയുടെ നടുമധ്യത്തിൽ കുഴിച്ചിട്ടാലല്ലേ അവനിതിനെ മറികടക്കാൻ പറ്റൂ. പാറക്കുട്ടി പാര. അപ്പൊ ഞാൻ പാരയായോ? നീ ആ പാര ഇങ്ങെടുക്കാൻ. ആ മിറ്റത്തിരുപ്പണ്ട് എടുത്തോണ്ട് വെക്കോ.
ഈ രാത്രി വല്ല പെൺവേഷം കിട്ടി ഇറങ്ങണം. കൊച്ചുഷ മാറിക്കോ. ആ വേണുക്കുട്ടനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. മാറിക്കോ. നമ്മളെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുല്ല് നീ ഇപ്പൊ തന്നെ വന്ന് നന്നായിട്ട് ഞാൻ മറികടത്തിട്ടുള്ള കാര്യമാണ്. താൻ ക്ഷുദ്രം ചെയ്യാ അല്ലേ? ക്ഷുദ്രജീവി. ഈശ്വരന്റെ കളി എന്നൊക്കെ പറഞ്ഞ ഇതാ. ആ കുട്ടിയുടെ കണ്ണും മുക്കും ശ്രദ്ധിച്ചോ? അമ്പോറ്റിയെ വാർത്ത് വെച്ച പോലെ തന്നെയാ. ഇന്നലെ ഞങ്ങൾ എല്ലാരും കൂടെ ഊണ് കഴിക്കാനിരുന്നപ്പോഴേ മുത്തശ്ശി ഗോപിയെ തുറിച്ചു നോക്കിയിട്ട് എണീറ്റൊരൊറ്റ പോക്ക്. എന്നാലും അവള് മിടുക്കിയ. അമ്മ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പം അവളും തിരിച്ച് മൈൻഡ് ചെയ്യാതെ ഊണ് മുഴുവൻ കഴിച്ചു ഇല്ലേ? ശരിയാ. രണ്ടും കൽപ്പിച്ച ആ കുട്ടി ഇവിടെ വന്ന് കയറി. ഇനി അമ്മായിയോട് പിടിവാശിയൊക്കെ കളഞ്ഞ് ആ കൊച്ചിനോട് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ പറയാം. അനിയൻ പറയുന്നത് നേരാ. പക്ഷെ ആർക്കാ പറയാൻ ധൈര്യം? എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. എന്താ പറയാനുള്ളടോ? അല്ല, അമ്മായിയുടെ കാര്യം സമയാസമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പാറുക്കുട്ടിയോട് അതന്നെ. പറയുകയായിരുന്നു. അതെ. ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാനാ? എപ്പോ നോക്കിയാലും മോളെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ ഇവിടെ. എന്നെ തിരിച്ച് ഹോസ്റ്റലാക്കിയ മതി. നീ ഈ സമയത്ത് തന്നെ ഇങ്ങനെ പറയണം. ചിറ്റപ്പൻ ഉറങ്ങുന്ന സമയത്ത് നിനക്കൊന്ന് പുറത്തു വന്നാലെന്താ? അയ്യേ, ചിറ്റപ്പൻ ഉറങ്ങുന്ന നോക്കി ഞാൻ ഉറക്കൊളച്ചിരിക്കാനോ? എനിക്ക് വയ്യ. ഇവൻ ആരോടോ ഈ ആംഗ്യം കാണിക്കുന്നത്? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാനൊരു നിനക്കതൊക്കെ പറയാം. കുട്ടിക്കാലം മുതൽ കാർത്തികായിരുന്നു എന്റെ മനസ്സിൽ. അതിനിടയ്ക്ക് മുത്തശ്ശി ഇങ്ങോട്ട് തീരുമാനം എടുക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഞാനിനി കുറുപ്പമ്മാവന്റെ മുഖത്ത് അങ്ങനെ നോക്കും, അമ്മായിയുടെ മുഖത്ത് അങ്ങനെ നോക്കും, കാർത്തികയുടെ മുഖത്ത് അങ്ങനെ നോക്കും. എനിക്ക് സഹിക്കുന്നില്ല അമ്മാവ. ഞാനാകെ ധർമ്മസങ്കടത്തിലാണ് അമ്മാവ. അമ്മാവൻ വിഷമിക്കരുത്. സാരമില്ലടാ.